ഉത്തരേന്ത്യയെ ദുരിതക്കയത്തിലാക്കി കാലവർഷം ശക്തമായി. ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലും കനത്ത മഴ തുടരുന്നു. ഹിമാചൽ പ്രദേശിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരണസംഖ്യ കൂടുകയാണ്. 12ഓളം പേരെ കാണാതായി. ശക്തമായ മഴയിൽ ബിയാസ് നദിയിലെയും ഗംഗാ നദിയിലെയും ജലനിരപ്പ് ഉയർന്നു. ഉത്തരേന്ത്യയിൽ മഴ കനക്കുകയാണ്. ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെടുന്നത്. ഹിമാചലിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കനത്ത മഴയെ തുടർന്ന് ബിയാസ് നദിയിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ്. മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഘവിസ്ഫോടനമുണ്ടായ മാണ്ഡിയിലെ കർസോഗിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രഘുനാഥ് കാ പഹാഡിൽ കുടുങ്ങിയ 12 പേരെ മാണ്ഡി സദർ പോലീസ് സംഘം രക്ഷപ്പെടുത്തി. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലിനെയും തുടർന്ന് മാണ്ഡിയിലെ 129ഉം സിർമൌറിലെ 92ഉം ഉൾപ്പെടെ 259 റോഡുകൾ അടച്ചു. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ തുടർച്ചയായി പെയ്ത മഴയിൽ ഗംഗാനദിയിലെ ജലനിരപ്പ് ഉയർന്നു. നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. യമുനോത്രി ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. റോഡിന്റെ ഭാഗങ്ങൾ ഒലിച്ചുപോയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ബീഹാറിൽ പെയ്ത ശക്തമായ മഴയിൽ പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് പുറത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശക്തമായ മഴയിൽ മധ്യപ്രദേശിലെ ബുന്ദേൽഖണ്ഡിലെ ജഡാശങ്കർ ധാം ക്ഷേത്രത്തിൽ വെള്ളം കയറി. വെള്ളപ്പൊക്ക സാധ്യതയുള്ളതിനാൽ മധ്യ ഇന്ത്യ, ഉത്തരാഖണ്ഡ്, ഹരിയാന എന്നിവിടങ്ങളിലെ സർക്കാരിനും ജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗോദാവരി, മഹാനദി, കൃഷ്ണ തുടങ്ങിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.